എന്താണ് വലിയ താരങ്ങളുടെ, അതായത് ഇൻഡസ്ട്രിയിൽ വലിയ താരങ്ങളുടെ പെൺകുട്ടികൾ, ഇപ്പോൾ ദുൽഖർ നോക്കിയാൽ ദുൽഖർ, പ്രണവ്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മക്കൾ, ജയറാമിൻ്റെ ആൺകുട്ടി, എവിടെ നോക്കിയാലും ഇപ്പോൾ സംവിധാനത്തിലാണെങ്കിലും എല്ലായിടത്തും ഇൻഡസ്ട്രിയിലുള്ള ആൺകുട്ടികൾക്ക് നിറച്ചുണ്ടാവും, പക്ഷെ പെൺകുട്ടികൾ കാണില്ല. എന്താ ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഞാൻ ഏത് ചോദ്യം ആണ് ഈ ശരിയല്ലാത്ത ചോദ്യം ചോദിക്കുക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ശരിക്കും ശരിയല്ലാത്തൊരു ചോദ്യം ചോദിച്ചത് ഇപ്പോഴാണ്. അതായത് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്, ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം പെൺകുട്ടികളെ വിടാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഇത് എന്ന് അപ്പന്മാരായ ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾക്കുള്ളൊരു, അവരുടെ പെൺകുട്ടികളും ഈ ലക്ഷറിയൊക്കെ അനുഭവിക്കാൻ ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം ഇത് നമ്മൾ റിയലായിട്ടൊക്കെ വന്ന് അത്യാവശ്യം ചർച്ചയായിരുന്നു അന്ന്, അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതിൽ പല കമൻറ്റുകളും, അതായത് ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താ, ഇവരൊക്കെ പൊതുജനം വലിയ വലിയ ആളുകളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവർ മോശക്കാരാവില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ്, അപ്പം എന്നോട് ഒരാൾ ചോദിക്കുന്നതാണ്, കമലഹാസൻ്റെ മോൾ തൊഴിലുറപ്പ് പണിക്കാണല്ലോ പോണേന്ന്, ഇനി മോഹൻലാലിൻ്റെ മകൾ വരുന്നുണ്ട്, സിനിമയിൽ വരുന്നുണ്ട്, അപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസം വന്നതിൻ്റെ സൂചനയാണോ? അത് തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. പഴയ കാലഘട്ടമല്ല ഇത്, ഇന്നത് സാധിക്കില്ല. ഇന്ന് ലാലേട്ടൻ തന്നെ മകളെ അതുപോലെ എക്യുപ്ഡ് ആക്കിയതിന് ശേഷമാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിലല്ല കൊണ്ടുവന്നത്. ഒരു എട്ടും പൊട്ടും തിരിയാത്ത വൾണറബിൾ പ്രായത്തിൽ വന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുള്ള ഒരാള് സ്വന്തം മകളെ അതിന് എക്യുപ്ഡ് ആക്കിയതിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പോഴും ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്. ആ മകളെ ആർക്കും തൊടാൻ പറ്റില്ല, ആ മകളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും ആർക്കും പറ്റില്ല എന്ന് പല നിർമ്മാതാക്കളും, അവരുടെ നിർമ്മാതാക്കൾ എന്ന് വെച്ചാൽ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പലരും അവർക്കപ്പുറത്തൊരു പവർ പൊസിഷനിൽ ഒരു ഭർത്താവുണ്ട്, മനസ്സിലായോ? ആ പവർ പൊസിഷനിൽ ഭർത്താവ് ഉള്ളപ്പം അവർക്ക് എന്തും ചെയ്യാം ഇൻഡസ്ട്രിയിൽ, മനസ്സിലായോ? ഒരാൾ അവരെ തിരിച്ചു ചോദ്യം ചെയ്യില്ല, നീ ആരാടിന്ന് ചോദിക്കില്ല, എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരാന്ന് ചോദിക്കില്ല. കാര്യം എനിക്ക് അവിടെ ഒരു ഭർത്താവുണ്ട് അപ്പുറത്ത് പവർ പൊസിഷനിൽ നിൽക്കുന്നത്, മനസ്സിലായോ? അതും അങ്ങനെയും ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അല്ലാതെ പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഈ പറയുന്ന ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഫീമെയിൽ ആക്ടേഴ്സിനാണെങ്കിലും ധൈര്യത്തോടെ നിൽക്കാം, ധൈര്യത്തോടെ പല കാര്യങ്ങളും പറയാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. കാര്യം അപ്പുറത്ത് വേറൊരാള് വലിയ AK-47 ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ആരാന്റെ മക്കളെ പ്രൊട്ടക്ഷൻ ഇല്ല, സ്വന്തം മക്കളെ സെക്യൂരിറ്റി ആയിരിക്കും. അതാണ് നടക്കുന്നത്. അത് ചിന്തിച്ചാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഈ താരാരാധനയിൽ മുഴുകി പോകുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാര്യം അത് നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്, നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഇവരൊക്കെ. അതെ, കാര്യം കണ്ടു വളർന്നതാണ് അവരെ, അല്ലേ? ഞാനാണേലും കുഞ്ഞിലെ മുതലേ കണ്ടു വളർന്നേക്കുന്നത് എല്ലാവരും. നമ്മൾ അടുത്തറിയുമ്പോഴാണ് ബിംബങ്ങൾ ഉടയുന്നത്. ഈ ചോദ്യം, ഇതിനെ പറ്റിയൊരു ചോദ്യം ഞാൻ സാന്ദ്രയോട് ചോദിച്ചു. വ്യവസായത്തിലെ ശക്തരായ ആളുകൾ അവരുടെ പെൺമക്കളെ, അവരുടെ ഭാര്യമാര്, അവരുടെ പെങ്ങന്മാരെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നില്ല. ഞാൻ സാന്ദ്രയോട് ചോദിച്ചാ, സാന്ദ്രയുടെ ഉത്തരം പറഞ്ഞു. ഞാൻ കേട്ടു. എന്തായാലും പിന്നെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മലയാളത്തിൽ നായികമാരില്ലാത്ത അവസ്ഥയാണോ? അന്യം നിന്ന് പോയോ നായികമാര്? ഒരു ഓഡീഷൻ വെച്ച് നോക്ക്. ഈ പറഞ്ഞ മാതാപിതാക്കള് ക്യൂ നിൽക്കുന്നതാണ് ഒരു ഹോട്ടലിന്റെ മുന്നില്, 500 പേര്, 500 പെൺകുട്ടികളെ ആയിട്ട്. അതാണ് എന്റെ മറുപടി. എന്താണ് ഈ പറയുന്നത്? അതാണ് എന്റെ മറുപടി. ഇപ്പം ഞാൻ അബാ മൂവീസിൻ്റെ ഒരു 16 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടുന്നു. ഇന്ന ദിവസം ഓഡീഷൻ അബാം ഹോട്ടലിൽ. നിങ്ങൾക്ക് കാണാം മിനിമം 250 പെൺകുട്ടികൾ അവരോട് 250
അപ്പനമ്മമാര് നിൽക്കുന്ന കാണാം. പക്ഷെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ എന്താണ് വരാത്തത്? ആര് പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ടോപ്പ് സ്റ്റാർസിനെ എടുക്കാം. ടോപ്പ് സ്റ്റാർസ് പറയാം, മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, ഇവരുടെ ഒക്കെ ആൺകുട്ടികൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികൾ വന്നിട്ടില്ല. അവരോട് തന്നെ ചോദിക്കും. അവര് വരട്ടെ, അവരോട് ചോദിക്കാം. അവർക്ക് കഴിവില്ലായിരിക്കും ഒരു പക്ഷെ പെൺകുട്ടികൾക്ക്. ഈ ഉത്തരം നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞു. അവർക്ക് കഴിവില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. അല്ലെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ലായിരിക്കും, അവരുടെ പാഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല എന്ന് അവരുടെ അപ്പനും അമ്മയ്ക്കും തോന്നിക്കാണും എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് സാന്ദ്ര പറഞ്ഞ മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചോദ്യം ശരിയല്ല. അപ്പൊ സാന്ദ്ര പറഞ്ഞ ഉത്തരം ശരിയല്ല എന്നാണ്. ചോദ്യം ശരിയല്ല, അത് നമ്മൾ ചോദ്യം ശരിയല്ലാത്ത ആൾക്കാരാണ്. ഞാൻ ആരുടെയും ഉത്തരം ശരിയല്ല അതൊന്നും ഞാൻ പറയില്ല. അവർക്ക് ശരിയായ ഉത്തരമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരം എനിക്ക് ശരിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ ഇതിനകത്തെ വ്യത്യാസം. എല്ലാവരും പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പലരും തെറ്റുകളാണ് പറയുന്നത്. ഞാൻ പറയുന്ന ശരിയെ ചിലർക്ക് തെറ്റായിട്ട് തോന്നും. അതും ഓക്കെയാണ്. ഓക്കെ, ഞാനപ്പോൾ പച്ചക്ക് ചോദിക്കാം. അതായത് ഇവര് ചോമ്പിച്ച് ചോദിക്കുക, പച്ചയാണ്. ചുവന്ന ചോദ്യമാണ്. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു. ടോപ്പാണ്, ഇതൊരു പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ ഒരു പാറ്റേൺ കാണുമല്ലോ. കഴിവില്ല, നേരത്തെ പറഞ്ഞല്ലോ, കഴിവ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ പവർഫുൾ പൊസിഷനിലുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ ഇന്ന് തെന്നിന്ത്യൻ താരമാണ്. പക്ഷെ മലയാളത്തിലില്ല. മലയാളത്തിൽ അവർക്ക് റോളുകളില്ല. മലയാളത്തിൽ അവർ അഭിനയിക്കുന്നത് സ്വന്തം ബാനറിലാണ്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇനി ഇവർ കല്യാണം കഴിച്ചപ്പോൾ ദിലീപിൻ്റെ കേസ് എടുത്താം. ഭാര്യ അഭിനയം നിർത്തിപ്പോയി, പിന്നെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താ, തീയില്ലാതെ പുകയുണ്ടാവില്ല. അപ്പോൾ എന്തോ സേഫ്റ്റി പ്രശ്നമുണ്ട്. അവർ കംഫർട്ടബിൾ അല്ല. അവരുടെ മക്കൾ, ഭാര്യ, സിസ്റ്റേഴ്സ് ഇവരെ കൊണ്ടുവരാൻ. അതേസമയം പുരുഷന്മാരിപ്പോൾ ഇൻഡസ്ട്രിയിലെ ഏത് ടോപ്പ് ആളെ എടുത്തോ അവരുടെ ആരെങ്കിലും പേരൻസോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞൊരു എല്ലാവരും എല്ലാം പറയുന്നത്, ഒരു 90% ആളുകളും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരായിരിക്കും. പബ്ലിക്കിന് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് എന്താണ്, സ്ത്രീകൾക്ക് ആ ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയിലെ പെൺകുട്ടികൾക്ക് കിട്ടാത്തത്? അതാ ചോദ്യം. പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് അവർ സിനിമ ഇൻഡസ്ട്രിയിലില്ല ഇല്ലെന്ന് ആര് പറഞ്ഞു? അവർ മലയാളത്തിൽ ആദ്യം പറഞ്ഞ ആള് മലയാളത്തിലില്ല, വേറെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. വേറൊരു ഇൻഡസ്ട്രിയിൽ, വേറെ മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഒക്കെ പോയി ചെയ്യാൻ പറ്റുന്നവർക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. അതൊക്കെ ചുമ്മാതാ നിങ്ങളുടെ തെറ്റിദ്ധാരണ. തീർച്ചയായിട്ടും. കാരണം തമിഴിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നതിന്റെ 10 ഇരട്ടിയാണ്. അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് ശരിയാണ്. അത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് കുഴപ്പമില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിനെ വെച്ചാൽ ആ ഒരാളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കുന്നില്ല, അതെന്തോ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആണുങ്ങളുടെ പൊസസീവ്നെസ് ആണ്. നിങ്ങളെ ആണായിട്ട് നിർത്തിയിരിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണ്. അല്ല, അതാ നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ആരും കെട്ടിപ്പിടിച്ച് തോളെ കൈയിട്ട് അഭിനയിക്കേണ്ട. ഞാൻ മാത്രം തോളെ കൈയിട്ടാൽ മതി. നീ വീട്ടിലിരുന്ന് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. അത് ചിന്തിക്കുന്ന ആണുങ്ങളോട് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാവരും ഈ ഡൈവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവൻ എനിക്കിട്ട് പണിയുമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇയാൾ തോളെ കൈയിട്ട് നടക്കുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന ഒരു സ്ത്രീക്ക് തിരിച്ചറിയുമ്പോഴത്തേനും 10-35 വയസ്സായിട്ടുണ്ടാവും. മനസ്സിലായോ? അതുവരെ ഈ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവളങ്ങ് ചിന്തിക്കുവാണ്, ഈ കെട്ടാൻ പോകുന്നവൻ ദൈവമാണ്, ഇവനെ ഞാൻ കാലേ തൊട്ട് നമസ്കരിക്കുന്നു, അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ചായയുമായിട്ട് ഞാൻ കുളിച്ച് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, അയാളുടെ കുട്ടി എൻ്റെ വയറ്റിലുണ്ടായി, ദൈവത്തെ പോലെ അയാളെ കാണുന്നു. അതെല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന ഏതൊരു എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, പ്രോപ്പർ സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് വിവാഹിതയാവുക, കുട്ടി ഉണ്ടാവുക, ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുക, അയാളെ ഇങ്ങനെ താലോലിക്കുക, അയാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുക. ഇതൊക്കെ ചെയ്യും ഒരു ഏജ് വരെ. അത് കഴിഞ്ഞ് അതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ബ്രെയിനിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്.
മച്യൂരിറ്റി എന്ന് പറയുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും സ്ത്രീകൾക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കറക്റ്റ് ഏജ് ആകുമ്പോൾ ഇവള് തിരിച്ചറിയുവാണ് ഞാൻ ചെയ്തത് മണ്ടത്തരമായിപ്പോയി, ഇയാൾ ജീവിതം എൻജോയ് ചെയ്യുന്നു, ഞാൻ ഈ പെരയ്ക്കകത്തിരുന്നിട്ട് ഇയാളുടെ കാലും തൊട്ട് വെച്ച് വിളമ്പി പിള്ളേരെയും വളർത്തിയിരിക്കുന്നു. അതെന്നൊരു സ്ത്രീ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നു, അന്ന് അവർ തിരിച്ചു വരും. അല്ലാണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ അതിനെ സേഫ്റ്റി എന്നല്ല പറയുന്നത്, പിന്നെ പൊസസീവ്നെസ്. അതെ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണെന്ന് നാച്ചുറലി അവർക്കറിയാലോ. എന്താണ് നടക്കുന്നത് ഇൻഡസ്ട്രിയിൽ? അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, സമ്മതിച്ചു. എല്ലായിടത്തെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനു നിന്നു കൊടുക്കണം? നിന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തേന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരിക്കലും അല്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്ന് ഒരിക്കലല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലാത്ത കണ്ടമാനം ആളുകളെ അറിയാം. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നു മാത്രം. അങ്ങനെ ഇല്ലാത്തവരും, അതായത് അതുകൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളെ വ്യക്തിപരമായിട്ട് അങ്ങനെയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാല് അത് മാറ്റണ്ടേ? ഞാൻ മാറ്റാൻ പറ്റുമോ? പക്ഷേ ഒരിക്കലും നമ്മൾ ഈ തവണ സ്ത്രീകളെ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം കാര്യങ്ങൾ 4 പേര് അറിയാനാണ്. അല്ലാതെ നമുക്കിത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ മുഖ്യധാര മാധ്യമങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല, ഇതിപ്പോ എന്താണെന്നറിയോ, ഇതിന്റെ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ ഏതൊരു ജോലി ഏതൊരു മേഖലയിൽ നമ്മൾ ചെല്ലുമ്പം സിനിമ മാറ്റി നിർത്താം. ഇപ്പം ഏതൊരു ഫീൽഡിൽ ചെല്ലുമ്പോഴും നമ്മൾ ജൂനിയർ ആയിട്ട് അവിടെ ചെല്ലുമ്പം നമ്മൾ അവിടെ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി നമ്മളൊരു സേഫ് ഒരു സോണിലെത്തി ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ ചീത്തവിളിയും ഹരാസ്മെൻറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയേഴ്സ് ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വരും, ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട്. എന്നോട് ഇരിക്കാൻ പോലും ഒരു പറഞ്ഞെന്നിരിക്കത്തില്ല. അത് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി നടക്കുന്നത്. നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വരുമ്പം അവർ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും. ചിലപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും. അതെല്ലാ മേഖലയിലും ഉണ്ട്. അതിനെ ഒരു സെക്ഷലി മാത്രമായിട്ട് അതിനെ കാണണ്ട. ഞാൻ അതിനേക്കാളൊക്കെ ഉപരി മെൻ്റൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെയാണ് ഞാൻ കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്കലി ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസിൽ വന്നിട്ട് നമ്മളൊരു പൊസിഷനിലെത്തി നിങ്ങളുടെ ഒപ്പം എനിക്ക് ഇരിക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് മാറി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് വന്ന് എന്തെങ്കിലും ഒന്നാകണമെങ്കിൽ അതിന് കുറേ സാക്രിഫൈസസ് വരും. അത് ഏത് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് ആയിക്കോട്ടെ. അതിന് ഫിസിക്കലി ഉള്ളൊരു സാക്രിഫൈസ് ആയിട്ട് നമ്മൾ അതിന് നിന്നു കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അത് അങ്ങനെ നിൽക്കാതെ സിനിമ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മളുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ആ പടം ഹിറ്റായാൽ നമ്മൾ വീണ്ടും ആവശ്യമായിട്ട് വരും. മാത്രമുള്ളൊരു പ്രശ്നമല്ലാതെ. പക്ഷേ ഞാനൊരു പൊതുവെ ഒരേ കഴിവുള്ള കഴിവ് എന്ന് പറഞ്ഞ് ഒരേ കഴിവെന്നല്ല, ഇപ്പോൾ ഒരു സിനിമ ഒരു ചായ ഉണ്ടാക്കാൻ ആണ് ജോലി എന്ന് വിചാരിക്കുക. അയാൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമില്ല, അയാൾ ചായ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതായത് വലിയൊരു കഴിവുണ്ടായതുകൊണ്ട് അയാൾക്ക് അവസരം കിട്ടണമെന്നില്ല. ആ ജോലി ചെയ്യാനുള്ള കഴിവ് അയാൾക്ക്. അതെന്താണെന്നറിയോ, അതിനെ സിജിൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവർക്കാണ് മുൻഗണന കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇതിലെന്താണെന്നറിയട്ടെ, ചൂഷണമൊക്കെ ഒരു സൈഡിൽ വെക്ക്. ഇതിനകത്തെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനമാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കോക്കസ് ഉണ്ട്, ആ കോക്കസിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്. അവരുടെ സിനിമകളിൽ അവർ മാത്രം ഉണ്ടാവുന്നു, അവർ ചൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നു. അതിനകത്ത് ചൂഷണം ഇതൊക്കെ മാറ്റി നിർത്തും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതല്ലാതുള്ള സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മുന്നോട്ടേക്ക് ആ ഒരു ഗാങ് ഒന്നിച്ചു പോവില്ല. ഒരു സിനിമയോടുകൂടി അതങ്ങ് തീരും. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനമാണത് അല്ലേ? അതിനെ പവർ ഗ്രൂപ്പ് എന്ന് വേണേൽ വിളിക്കാം, കോക്കസ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മാത്രമാണ് ഒരിടത്തുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദേർ ആർ ഗ്രൂപ്പ്സ്, പല പല ഗ്രൂപ്പ്സാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ പോവുക പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത്
പെൺകുട്ടികൾ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമൊന്നുമില്ല. എല്ലാവരും പല പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ്. അവർ വിത്തിൻ 1 ഡേ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി. 3 പേര്, 4 പേര്, 6 പേര്, 2 പേര്. ആ ഗ്രൂപ്പിലേക്ക് ഈ 2 പേരിൽ, ഈ 4 പേരുടെ ഗ്രൂപ്പിലേക്ക് ഈ 2 പേര് ചെല്ലുമ്പോഴേ അവരെല്ലാവരും 4 പേര് ഇങ്ങനെ മോന്തിരിക്കുന്നു. അവരൊന്നിച്ച് ആ ഒരു ഫീല് അത് സിനിമയിൽ മാത്രമല്ല, ഈ ലോകം മൊത്തം ഈ ഒരു സാധനമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് സിജിൻ്റെ ഗ്രൂപ്പിലോട്ട് എന്നെ ഒന്ന് കൂട്ടാമെന്ന് ചോദിച്ചാൽ സിജിനെ ഒന്ന് ആലോചിക്കും. അതൊരു ഭംഗിവാക്കായിട്ട് പറയും. സത്യം, ഞാൻ എന്തിനാ വേണ്ടെന്ന് ചോദിക്കുന്നു. ഇല്ലില്ല, നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാവും. അല്ലെ ക്ലോസ് സർക്കിൾ ക്രിയേറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞേ, അത് തന്നെ സിനിമയിലും ഉണ്ട്. അവരുടെ ഒരു ക്ലോസ് സർക്കിൾ അവിടെ ഉണ്ട്. അതിപ്പോ പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ, ആക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, ഡയറക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, പല പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള ഓരോരുത്തർ 5-6 പേരുകൾ വീതം വേറൊരു വലിയ ഗ്രൂപ്പിലുണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. ഇല്ലാന്നൊന്നും ഞാൻ വിശ്വസിക്കും, ഉണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ, അവരുടെ എല്ലാം ചിന്തകൾ അവിടെ നടപ്പാക്കാനും എല്ലാം ഈസിയാണ്. അപ്പം ഇതില്ലാത്ത ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടല്ലോ, അവരവിടെ എപ്പോഴും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അപ്പൊ ഇതെല്ലാം എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു ഹോസ്റ്റലിൽ പോലും, ഫ്രണ്ട്ഷിപ്പിൽ പോലും ഉണ്ട്. ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. സിനിമയിലും ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഈ ചൂഷണങ്ങളുണ്ട്. അല്ല, ഞാൻ പറയുന്നില്ല ഇതെല്ലാം കംപ്ലീറ്റ്ലി സേഫ് ആണെന്നോ. എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ സിനിമ നടികൾ, എന്തുകൊണ്ട് നടന്മാര് കണ്ടിന്യൂസ് നിൽക്കുന്നു, നടിമാർ എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു, അല്ലേ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. പ്രമുഖരുടെ പെൺകുട്ടികൾ എന്തുകൊണ്ട് വരുന്നില്ല? അതിൻ്റെ വേറൊരു കാരണം എന്താണെന്നറിയോ? ഈ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്നു പോകണമെങ്കിൽ സ്ത്രീകൾക്ക് വലിയ വാല്യൂ ഇല്ലാത്തൊരു മേഖലയാണ് സിനിമ. എല്ലാവരും സൂപ്പർ ലേഡീസ് ആവില്ല, ലേഡി സൂപ്പർ സ്റ്റാർ ആവില്ല. സ്ത്രീകളുടെ ആവശ്യകത എന്ന് പറയുന്ന മേ ബി ഫോർ ഒരു പടം വിജയിച്ചാൽ അവരെ ആവശ്യമാണ് ഫോർ 3-4 ഇയേഴ്സ്. ഒരു ലക്കിൻ്റെ ഭാഗമായിട്ട് വിജയിച്ച നടി, അല്ലാതെ അവരുടെ അഭിനയം നല്ലതാണോ എന്നല്ല അവിടെ നോക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കുന്നിടത്ത് ചായ ഉണ്ടാക്കിയ പോരെ, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണോ എന്ന് ചോദിച്ചതുപോലെ, ഈ ചായ ഉണ്ടാക്കിയ ആള് വെറും ഉളച്ചായയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചോ, പ്രോപ്പർ ഒരു ചായ അല്ല ഉണ്ടാക്കിയത്. സിനിമ വിജയിച്ചോ, ആ ചായ അവിടെ ഭയങ്കര സംഭവമാണ്. പിന്നെ അടുത്ത 3-4 സിനിമകളിൽ വിജയിച്ച നടിയാണ്, അല്ലെങ്കിൽ അപ്കമിങ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഒരു 3-4 സിനിമകൾ വരും. അടുത്ത സിനിമയും കൂടെ ഒന്ന് വിജയിച്ചോ, പിന്നെ അവർക്ക് പിന്നെ വമ്പൻ സ്വീകരണമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പുരുഷന്മാർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എത്രയോ മുൻപന്തിയിൽ നിന്ന് പുരുഷന്മാർ ഇപ്പൊ ഒന്നും അല്ലാതെ ഇരിക്കുന്നുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. ഈ പുരുഷന്മാർക്ക് പ്രായം ആവുന്നില്ലല്ലോ. നിങ്ങളുടെ എല്ലാം ധാരണ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഈ പ്രായമായ 60 വയസ്സായ ഒരു 40 വയസ്സായ ഒരാളെ കാണുമ്പോൾ ആന്റിന്ന് വിളിക്കും. നിങ്ങളെ അങ്കിളെന്നൊന്ന് വിളിച്ചു നോക്കിയാൽ നിങ്ങൾ സമ്മതിക്കില്ല. ഗിൽറ്റി ആസ് ചാർജ്ഡ്. സത്യം.